എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നലെ ഞാൻ വായിച്ചു നിർത്തിയത് ഒരു സിനിമാ നിർമ്മാതാവ് മേരി ഡയമണ്ടിൻ്റെ ഉപദേശമനുസരിച്ച് ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങളും അതിനുശേഷമുണ്ടായ വിജയവുമാണ്. അത് കാണാത്തവർ ഒന്ന് പോയി കാണണേ, എന്നാലേ ഇന്ന് ഞാൻ വായിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവൂ. അദ്ദേഹം ഒരു പുതിയ മോഹം പ്രസരിപ്പിച്ചു. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. വർഷങ്ങളോളം സഫലീകരിക്കാത്ത ആഗ്രഹം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. അത് സാക്ഷാത്കരിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ബാഹ്യമായ തലം, അദ്ദേഹത്തിൻ്റെ വീട് എപ്പോഴും മനസ്സിലെ ആഗ്രഹങ്ങൾക്ക് കടകവിരുദ്ധമായിരുന്നു. ഈ അറിവ് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇത് എളുപ്പത്തിൽ പ്രയോജനപ്പെടുത്തി തുടങ്ങാം. രഹസ്യത്തിൻ്റെ വിജ്ഞാനം തന്നെയാണ് ഫെങ്ഷൂയിയിലും പ്രതിഫലിപ്പിക്കുന്നത് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് മേരി ഡയമണ്ടിൻ്റെ കക്ഷിയുടെ അനുഭവകഥ. നമ്മുടെ ചിന്തകളെ പ്രയോഗത്തിൽ കൊണ്ടുവരുമ്പോൾ അത് എത്ര ശക്തമായി സൃഷ്ടി നടത്തുന്നു എന്ന് ഈ കഥ വ്യക്തമാക്കുന്നു. ചിന്തയുടെ തുടർച്ചയായിരിക്കണം പ്രവൃത്തി. ചിന്തകളാണ് നിങ്ങളുടെ വാക്കുകൾക്കും വികാരങ്ങൾക്കും പ്രവൃത്തികൾക്കും ജന്മം നൽകുന്നത്. പ്രവൃത്തികൾക്ക് സവിശേഷ ശക്തിയുണ്ട്. നമ്മെക്കൊണ്ട് പ്രവൃത്തി ചെയ്യിപ്പിക്കുന്ന ചിന്തകൾ തന്നെയാണവ. നമ്മുടെ ഉള്ളിൽ ഉള്ള ചിന്ത എന്താണെന്ന് ഒരുപക്ഷെ നാം അറിയില്ല. എന്നാൽ നമ്മുടെ പ്രവൃത്തികൾ ശ്രദ്ധയോടെ നിരീക്ഷിച്ചാൽ നമ്മുടെ ചിന്തകൾ എന്തായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ചലച്ചിത്ര നിർമ്മാതാവിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ചിന്തകളാണ് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലും ചുറ്റുപാടുകളിലും പ്രതിഫലിച്ചത്. അദ്ദേഹത്തിൽ നിന്ന് മുഖം തിരിച്ചു നിൽക്കുന്ന കുറേ സ്ത്രീകളെയാണ് അദ്ദേഹം വരച്ചത്. അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ചിന്ത എന്തായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ധാരാളം സ്ത്രീകളുമായി ഡേറ്റിംഗ് ആഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹം പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ചിന്തകൾ ചിത്രങ്ങളിൽ പ്രതിഫലിപ്പിച്ചത് അതല്ല. ബോധപൂർവം പ്രവൃത്തികളിൽ മാറ്റം വരുത്തിക്കൊണ്ട് ചിന്തകൾ അദ്ദേഹത്തെക്കൊണ്ട് താൻ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിപ്പിച്ചു. ഒരു ചെറിയ വ്യതിയാനത്തിലൂടെ അദ്ദേഹത്തിന് സ്വന്തം ജീവിതത്തിൻ്റെ ചിത്രം രചിക്കാനും അതിനെ ആകർഷണ നിയമം മുഖേന യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരാനും കഴിഞ്ഞു. എന്തിനെയെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തികൾ നിങ്ങളുടെ അഭിലാഷങ്ങൾക്ക് വിരുദ്ധമാകുന്നില്ല എന്ന് ഉറപ്പാക്കണം. ഇതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിൽ ഒന്ന് രഹസ്യത്തിൽ ഭാഗഭാക്കായ ആചാര്യന്മാരിൽ ഒരാളായ മൈക്ക് ഡൂലി വിവരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ലിവറേജിംഗ് ദി യൂണിവേഴ്സ് ആൻഡ് എൻഗേജിംഗ് മാജിക് എന്ന ഓഡിയോ പാഠ്യപദ്ധതിയിലാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇന്നത്തെ വായന ഞാനിവിടെ നിർത്തുകയാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരണേ. താങ്ക്